2024 അവസാനിക്കാൻ പോവുകയാണ്. പാലസ്തീനിലെ യുദ്ധം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് ഏറെക്കുറെ പൂർണ്ണമായും അവസാനിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പൊട്ടാസ് പൊട്ടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഓരോ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമേ. ഇസ്രായേലിൻ്റെ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ തേർവാഴ്ച അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു. മരണസംഖ്യ 46,000 കടന്നു. 50,000 എത്തുമ്പോൾ ഇവർ നിർത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഇപ്പോഴും ഇസ്രായേലി വിമാനങ്ങൾ തുരുതുരാ വന്ന് തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ബോംബും മിസൈലും ഷെല്ലും വർഷിക്കുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യർ മരിക്കുന്നുമുണ്ട്. UN പല പ്രമേയങ്ങളും പാസ്സായി. അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇസ്രായേൽ കൽപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു വേറൊരു കാര്യം കൂടി ചെയ്തു. അതായത് ഈ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് തങ്ങളാണ്, യഹിയ സിൻവറിനെ തെക്കോട്ട് വിട്ടത് ഞങ്ങളാണ്, ഈ സിറിയയിലെ ബഷറിനെ ഓടിച്ചു വിട്ടത് ഞങ്ങളാണ്, ഇനി അടുത്ത് ഹൂതികളുടെ ഊഴമാണ് എന്ന് പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുപോലുള്ള സംഭവങ്ങൾ ഒരു സർക്കാരും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ദേശാന്തരീയ നിയമം അനുസരിച്ച്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇസ്രായേലിന് ഈ വക നിയമങ്ങളൊന്നും ബാധകമല്ല. അത് ഞങ്ങളാണ് എന്ന് അവർ ധൈര്യസമേതം പ്രഖ്യാപിച്ചു. ഇനി ഇറാനിലെ പ്രസിഡന്റ് വിമാനം തകർന്ന് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ മാട്ട് കണ്ടിട്ട് അത് പറയാനും നെതന്യാഹു മടിക്കുകയില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം പഠിക്കുകയില്ല. കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ്, യാതൊരു പേടിയില്ലാത്തവരാണ്, ഒരു കൂസലും ഇല്ലാത്തവരാണ്. ഇങ്ങനെയുള്ള വെല്ലുവിളികളെയൊക്കെ തൃണവൽഗണിക്കുന്നവരാണ് യഹൂദന്മാർ, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഭരണകൂടം. ഇസ്രായേലിൽ തന്നെ ഇദ്ദേഹം മാറണമെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്, ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ബന്ദികളെ വിട്ട് കിട്ടണം, അതിനുവേണ്ടി ഭീകരന്മാരെ വിട്ടാലും കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ളവർ അവിടെ ഉണ്ട്. പണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിമാനം തട്ടിക്കൊണ്ടു ഇപ്പോൾ കാണ്ടഹാറിൽ പോയി വിദേശകാര്യ മന്ത്രി ഭീകരന്മാരെ വിട്ടയക്കും, വിമാനവുമായിട്ട് തിരിച്ചു വരിച്ചു. അവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല. എല്ലാ ബന്ദികളും മരിച്ചാലും ഇസ്രായേൽ രാജ്യം തന്നെ ഇല്ലാതായാലും ഒറ്റ ഹമാസുകാരനെ വിടില്ല എന്നൊരു ഒറ്റ വാശിയിൽ നിൽക്കുകയാണെന്ന് നെതന്യാഹു. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ കാര്യം വളരെ കഷ്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ, അതുപോലെ സുപ്രഭാതത്തിൻ്റെ മറ്റുമൊക്കെ ഓൺലൈനിൽ പാശ്ചാത്യ നമ്മുടെ മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ബുദ്ധിജീവികൾ ഇവരാകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. കാരണം ഹമാസ് തീർന്നു, ഹിസ്ബുള്ളയുടെ കത്തിക്കൽ കഴിഞ്ഞു, സിറിയ വീണ പിന്നെ ഹിസ്ബുള്ളയില്ല, ഇറാൻ്റെ യാതൊരു അനക്കവുമില്ല, മരിച്ചോ ഇല്ലയോ എന്നറിയാനായിട്ട് ഡോക്ടർ വന്ന് നാടി പിടിച്ച് നോക്കണം, അല്ലെങ്കിൽ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം എന്ന അവസ്ഥയിലെത്തി. ഇനി ആരും ബാക്കിയില്ല. ഇനി ബാക്കിയുള്ള ഹൂതികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗുണ്ടാ സെറ്റപ്പ് മാത്രമാണ്. മറ്റ് അറബി രാജ്യങ്ങളെല്ലാം ശീതനിദ്രയിലാണ്. ഈജിപ്തിൻ്റെ പൊടി പോലുമില്ല. സൗദി അറേബ്യ ഹൂതികൾക്കും എതിരാണ്, ഇറാനും എതിരാണ്. തുർക്കി വലിയ വായിൽ വർത്തമാനം പറഞ്ഞു, ഇപ്പോൾ അതും കേൾക്കാനില്ല. തുർക്കിയെ തന്നെ വേണ്ടി വന്നാൽ ഇസ്രായേൽ അട്ടിമറിക്കും എന്ന ഭീഷണി നിലനിൽക്കും. ഇപ്പോൾ സിറിയ വീണാൽ പിന്നെ തുർക്കിയിലേക്ക് അധികം ദൂരമില്ല. പോരാത്തതിന് തുർക്കിയുടെ മേലിൽ അമേരിക്കയുടെ വലിയ നിയന്ത്രണമുണ്ട്. അമേരിക്കയിലാണെങ്കിൽ ഈ തലയുടെ കല്ലളയിൽ പോയ ജോ ബൈഡൻ്റെ കാലാവധി തീരുകയാണ്. ജനുവരി 20 മറ്റേ മുതലാളി തിരിച്ചു വരും. ആ മുതലാളി വന്നാൽ പിന്നെ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തുർക്കി ആ ബുദ്ധിപൂർവ്വം നിശബ്ദത പാലിക്കുകയാണ്. പിന്നെ വന്നിട്ട് പോയിട്ട് ബാക്കിയുള്ള പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ്, അതുമല്ലെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ മുതലായ രാജ്യങ്ങളാണ്. ഇവർക്ക് ആർക്കും അങ്ങനെ പാലസ്തീൻ വിമോചനത്തോട് യാതൊരു താല്പര്യവുമില്ല. പുഴ മുതൽ കടൽ വരെയോ കടൽ മുതൽ പുഴ വരെയോ വ്യാപിപ്പിക്കണം എന്നൊരു നിർബന്ധമുള്ള ആളുകളല്ല. അവരവരൊക്കെ അവരവരുടെ വിഷയങ്ങൾ നോക്കി, അവരവരുടെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കി കുട്ടികളും കളിപ്പിച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരവരുടെ രാജ്യത്ത് തന്നെ ഇഷ്ടംപോലെ വിഷയങ്ങൾ വേറെ ഉണ്ട്, തലവേദനകൾ വേറെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും ആ വഴിക്കില്ല, പാലസ്തീനായി ഹമാസായി അവരുടെ പാടായി എന്ന നിലപാടിലാണ്. വന്നിട്ട് പോയിട്ട് ഇവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മീഡിയ വൺ ചാനലിലും ഈ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന നമ്മുടെ ദാവൂദിൻ്റെ നെഞ്ചത്താണ്. അപ്പോൾ ദാവൂദ് പറയുന്നത് യുദ്ധം തീർന്നിട്ടില്ല, യുദ്ധം തീരുകയില്ല, ഹൂതികളുടെ അടി ഭീകരമായിരിക്കും, ഈ അടിയോടുകൂടി ഇസ്രായേലിൻ്റെ പണി തീരും, ജൂതന്മാർ മിക്കവാറും അല്ല തീർച്ചയായിട്ടും ആ ഇസ്രായേലിൻ്റെ സ്ഥലം പെട്ട വിലയ്ക്ക് വിറ്റിട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്കോ അല്ലെങ്കിൽ മഡഗാസ്കറിലേക്കോ മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെടും എന്നാണ്.
അപ്പോൾ ഈ ഒറ്റ പ്രതീക്ഷ നമുക്ക് ആകെയുള്ളൂ. ഹൂതികളും മീഡിയ വൺ ചാനലും ചേർത്ത് ഇനി പാലസ്തീൻ രാജ്യത്തെ രക്ഷിക്കും. നമുക്ക് ഇത്തിരി നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. മിക്കവാറും കുറച്ച് ദിവസത്തിനകത്ത് ഇത് സംഭവിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഏതായാലും 2025 ആണ്ടിൽ സ്വതന്ത്ര പാലസ്തീൻ നിലവിൽ വരും. ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ട് ഇസ്മായിൽ ഹനിയ മരിച്ചു, അതുപോലെ യഹിയ സിൻവർ മരിച്ചു. ആ സ്ഥാനത്ത് മിക്കവാറും സി ദാവൂദ് അധികാരമേൽക്കുന്ന കാഴ്ച 2025 നമുക്ക് കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ നമ്മളെല്ലാവരും കാത്തിരുന്നേ മതിയാവുള്ളൂ. അല്പം ദിവസം കൂടി കാത്തിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.